ഇന്ത്യൻ ജനാധിപത്യം പല ലോകത്തിന് മാതൃകയെന്ന് പറയുമ്പോഴും നമ്മുടെ പാർലമെന്റ് പരിശോധിച്ചാൽ അവിടെ കൂക്കുവിളിയും നിലവിളിയും മാത്രമേ ഉള്ളൂ. അതിനെതിരെ ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പ്രതിപക്ഷത്തിൻ്റെ മുഖ്യ പരിപാടി പാർലമെൻറ്റിനെ അലങ്കോലപ്പെടുത്തുക, തങ്ങൾക്ക് ജനശ്രദ്ധ കിട്ടാൻ മറ്റൊരു മാർഗമില്ലാത്തതുകൊണ്ട് പാർലമെൻറ്റിനെ തടസ്സപ്പെടുത്തുക, അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ട് പോസ്റ്ററുകൾ അടക്കം അല്ലെങ്കിൽ ശിവൻ്റെ അടക്കം ചിത്രങ്ങൾ വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് തനിക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും നയമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് കുറേ നാളായിട്ട് വളരെ സൗകര്യപൂർവ്വം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ ഹൈബീഡൻ, അതെ, രമ്യ ഹരിദാസ് അല്ലേ, അത് ഇവിടെയുള്ള മാത്രമല്ല എത്ര പേരെ സസ്പെൻഡ് ചെയ്തു. ഓരോ തവണയും മെമ്പർമാരെ സസ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നിട്ടും വീണ്ടും ഇത് തന്നെ തുടരുന്നത് കൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് BJP നേതൃത്വം ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതിൻ്റെ സൂചനയായിട്ട് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു, നാടകം കളിക്കാനാണെങ്കിൽ പാർലമെൻറ്റിൽ വരണ്ട. ഒരു മിനിറ്റിന് കോടികൾ ചിലവായിക്കൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റ് നടത്തിപ്പ് ഉണ്ടാകുന്നത് അല്ലേ. ഇപ്പോൾ ഖജനാവിൽ നിന്ന് ഓരോ മിനിറ്റിലും കോടികൾ ചിലവായിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർലമെൻറ്റിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നതിന്. ആ ഓരോ നിമിഷവും നാടകം കളിക്കാനും അവിടെ വന്ന് ഓരോ പോസ്റ്ററും ബാനറും കൊണ്ടുവന്ന് രാഷ്ട്രീയ കളി കളിക്കാനുമായിട്ട് ഇനി വരണ്ട എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇനി നാടകം കളിച്ചാൽ വളരെ സ്ട്രിക്റ്റായിട്ട് കൈകാര്യം ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ നേരിട്ട് പറഞ്ഞിട്ടില്ല, നാടകം കളിക്കാൻ വരണ്ട, രാഷ്ട്രീയം കളിക്കാനും വരണ്ട. അതിനാണെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ബീഹാറിലുണ്ടായിരിക്കുന്ന പരാജയം നിങ്ങൾ മറച്ചു വയ്ക്കാനായിട്ട് പാർലമെൻറ്റിൽ വന്ന് നാടകം കളിക്കാവുന്നതാണെങ്കിൽ നടക്കില്ല, വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മല്ലികാർജുന ഖാർഗെ തന്നെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ വരട്ടണ്ട, അത് പാർലമെൻറ്റിൽ ഞങ്ങൾ നാളെ കാട്ടിത്തരാം എന്നുള്ളതാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ വന്ന് ഞങ്ങളത് ബാക്കി അതിന് മറുപടി പറഞ്ഞോളാം പ്രവൃത്തിയിലൂടെ. ഇപ്പോൾ പാർലമെൻറ്റ് കുട്ടിച്ചോറാക്കാനായിട്ടുള്ള പരിപാടികൾ ഞങ്ങൾ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പാർലമെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മികച്ച രീതിയിൽ പ്രസംഗിക്കുന്ന, കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മികച്ച രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാക്കളുടെ ഒരു കുറവ് ഇന്ത്യ മുന്നണിയിൽ നിലവിലുണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണ് കൂക്കി വിളിച്ച് കാര്യങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ മുന്നണിയിൽ നേതാക്കളില്ലാഞ്ഞിട്ടല്ല, ശശി തരൂരിനെ പോലെ പല നേതാക്കളും കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അവരെ ആരെയും സംസാരിക്കാൻ സമ്മതിക്കില്ല. സംസാരിച്ചാൽ നമ്മുടെ നേതാവിന് ഡിമ്മായി പോവും എന്നുള്ള ഭയമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും നേരെ പറയാൻ അറിഞ്ഞാത്തൊരു പ്രധാനപ്പെട്ട സംസാരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ഒക്കെയാണ് അധികവും സംസാരിക്കുന്നത്. അവർക്ക് ഫലപ്രദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയാറില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷായും പോലുള്ളവർ വളരെ ഷാർപ്പായിട്ടും ഷൂഡായിട്ടും സംസാരിക്കുമ്പോൾ മാത്രമല്ല, എല്ലാ കേന്ദ്രമന്ത്രിമാരും, ഒരുവിധപ്പെട്ട എല്ലാ കേന്ദ്രമന്ത്രിമാരും അവരവരുടെ വിഷയത്തിൽ വളരെയധികം പ്രാഗൽഭ്യം നേടിയുണ്ട്. കിരൺ റിജ്ജു പോലും എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹം വളരെ ചെറിയ ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന, ലഡാക്കിനെ പോലുള്ള ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് വരുന്ന ആളാണ് എന്ന് ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പോലും നാഷണലിൻ്റെ ഒരു കൺസെപ്റ്റിൽ നാഷൻ വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അത്തരത്തിൽ സംസാരിക്കാൻ കഴിവുള്ളവർ പ്രതിപക്ഷത്ത് ഇല്ലാതെ പോകുന്നതാണ് പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് പ്രേമചന്ദ്രനെ പോലുള്ളവർ പലപ്പോഴും കയ്യടി നേടുന്നത്. അല്ല, സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് മുകളിൽ ആരും വളരരുത്, അതൊരു ചിന്താഗതിയാണ്. ആ ചിന്താഗതി കൊണ്ട് മറ്റു പലരുടെയും വായടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കോൺഗ്രസിന്റെ നേതാവല്ലാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും പ്രേമചന്ദ്രന് കിട്ടുന്ന അവസരങ്ങൾ അദ്ദേഹം ഭംഗിയായി മറ്റൊരു പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വായടയ്ക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിനുള്ള ടേം അത് കിട്ടാറുണ്ട്. അപ്പോൾ അത് സംസാരിക്കുന്നത് തടയാൻ നോക്കില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് പലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ ശ്രദ്ധേയമായ പ്രസംഗം കാഴ്ചവെക്കാറുണ്ട്. അതുപോലെ പലരും കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവരാനോ സംസാരിപ്പിക്കാനോ തയ്യാറാകാത്തതുകൊണ്ടാണ് ഈ ബഹളം വെച്ച് പിരിയേണ്ടി വരുന്നത്. ആദ്യത്തെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി വന്ന ദിവസം തന്നെ ഓം ബിർളയുടെ സ്പീക്കറുടെ ശാസന കേൾക്കേണ്ടി വന്നു. അങ്ങയെ പോലുള്ളവർ ദയവേത് ഇത്തരത്തിൽ പോസ്റ്റർ കൊണ്ടുവരിക, ശിവന്റെ പടം കൊണ്ടുവന്ന് കാണിക്കുക, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുതെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിലെ ഓരോരുത്തരെയും വ്യക്തികളെ നോക്കി ഗോഷ്ഠി കാണിക്കുന്ന വിധത്തിൽ സംസാരിക്കരുത്,
എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സ്പീക്കറോടാണ് സംസാരിക്കേണ്ടത്, സ്പീക്കറിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണം. അവരെക്കുറിച്ചുള്ള ആരോപണം പറഞ്ഞോ, പക്ഷേ അത് സ്പീക്കറുമായിട്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ബാലപാഠം കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പാർലമെൻറ്റിൻ്റെ ബാലപാഠങ്ങളാണ് ഇതൊക്കെ. പോസ്റ്റർ, ബാനർ, മറ്റു കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, നടുക്കളത്തിൽ ഇറങ്ങി വെറുതെ വെല്ലുവിളി നടത്തരുത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമുക്കിതൊരു പ്രശ്നം, കേരളത്തിലൊരു പുതുമയല്ല. കാരണം ഇവിടെ ഡെസ്കിൻ്റെ മുകളിൽ കിടന്ന് ചാടിയവരും ഒക്കെ നമുക്ക് കസേരയോടെ എടുത്ത് മറിച്ചവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് പുതുമയല്ല. പക്ഷേ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളതൊന്നും സംഭവിക്കാറില്ല. 2004 മുതൽ MP ആണല്ലോ, ആദ്യമായി പ്രതിപക്ഷ നേതാവുന്ന ആദ്യമായിരിക്കും, പക്ഷേ MP അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ബഹളം കാണിച്ച് ലോകശ്രദ്ധ, പിന്നെ നമ്മുടെ നാടിന്റെ ശ്രദ്ധ പിടിക്കാൻ എളുപ്പപ്പണി ഇതൊക്കെയാണ്. അദ്ദേഹം കൂവുന്നത് പോലെ ബഹളം ഉണ്ടാക്കുന്നവരെ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പം അതൊക്കെ ഒരു പാർലമെന്ററി പാർട്ടി ലീഡറിന് അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ എന്നുള്ളത് അദ്ദേഹം ആലോചിക്കേണ്ടതല്ലേ. പാർലമെന്ററി പാർട്ടി ലീഡർ സോണിയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ഇത് അദ്ദേഹം കാണിക്കണ്ടേ. അവിടുത്തെ ലോക്സഭയിലേത് അദ്ദേഹമാണ് പാർലമെന്ററി പാർട്ടിയുടെ ചുമതല. അപ്പം അത്തരത്തിൽ വഹിക്കുന്ന ഒരാൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം തീർച്ചയായിട്ടും കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറേണ്ടതാണ്. ആ പക്വത ഇല്ലാത്തത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ വാൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുമ്പോൾ നാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തും. ഇത് കേരളത്തിലെയും ഇന്ത്യയിലെയും പല മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്തി എന്ന രീതിയിൽ അതിനെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അവസാന ഘട്ടത്തിലായിരിക്കും നരേന്ദ്രമോദിയുടെ ഒരു പ്രസംഗം ഉണ്ടാകുന്നത്. അതിപ്പോൾ എല്ലാ കാലത്തും ഉണ്ടാകുന്നുണ്ടല്ലോ, ഇത്തവണയും അത് വടി കൊടുത്ത് അടി വാങ്ങിക്കുന്ന രീതി കുറേ നാളായിട്ട് നടത്തി വരികയാണ്. അത് നമ്മൾ കണ്ടതാണ്. പിന്നെ അടിയന്തരാവസ്ഥയുടെ വിഷയം അദ്ദേഹത്തിന് സംസാരിക്കേണ്ടി വന്നപ്പോൾ അറിയാം, ഭരണഘടന പറഞ്ഞപ്പോൾ അറിയാം. അതെല്ലാം പിന്നെ കോൺഗ്രസ്സിന് വലിയ ക്ഷീണം വരുന്ന വിധത്തിലാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം വന്നിട്ടുള്ളത്. അതുപോലെ ഓരോ വിഷയത്തിൽ ഇപ്പോൾ പിന്നെ ബീഹാർ വിഷയം എടുത്തിട്ടാൽ അല്ലെങ്കിൽ SIR എടുത്തിട്ട് വേണം തുടങ്ങിയാൽ കൊടുക്കാൻ പോകുന്ന തിരിച്ചടി വളരെ കനത്തതായിരിക്കും. അത് സൂചിപ്പിക്കുന്നതും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ. അല്ല, അതാണ് ഈ പാർലമെന്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. അപ്പോൾ അവിടെ ചർച്ചയിലൂടെ സംസാരത്തിലൂടെ തങ്ങളുടെ വിജയത്തിന് അനുകൂലമാക്കി മാറ്റുന്നതിന് പകരം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലേ. അല്ല, അത് അവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പല ബില്ലുകൾ ഇതിൻ്റെ ഈ സമയത്ത് ബളം ഉണ്ടാക്കുമ്പോൾ ചുളുവിലങ്ങ് പാസ്സായിക്കൊണ്ട് പോവുകയാണ്. അതിൽ ഡിസ്കഷനാണ് വേണ്ടത്. ആ ഡിസ്കഷൻ ക്രിയേറ്റീവായിട്ട് നടത്തി ജനങ്ങളുടെ മനസ്സിൽ അത് കൊണ്ടുവരികയല്ലേ വേണ്ടത്. നടക്കാൻ പോകുന്ന ഇന്ന ബില്ലുകൾ ഇന്ന കാരണങ്ങളാൽ തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു സംഗതിയല്ലേ വേണ്ടത്. പക്ഷേ അത് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഈ ബില്ലുകൾ തെറ്റാണെന്ന് പറയാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള വിഷയമില്ല. രാജ്യത്തിന് അത്യാവശ്യമുള്ള ചില കാര്യങ്ങളാണ് അവർ ഓരോ തവണയും നടപ്പിലാക്കുന്നത്. ആർട്ടിക്കിൾ 370 മുതൽ ഓരോ പ്രവൃത്തിയും കോൺഗ്രസ് തെറ്റാണെന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങൾ അംഗീകരിക്കുന്നതായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പിന്നെ ആർട്ടിക്കിൾ 370 എടുത്ത് കളയണമെന്ന് നെഹ്റുവിൻ്റെ പീരീഡ് മുതൽ പലരും ആഗ്രഹിച്ചതാണ് അല്ലേ. നിസ്സാരമായിട്ട് എടുത്ത് കളയാമായിരുന്നു എന്നുള്ളത് പലരും വെച്ച് അതിനെ ഗുണാക്കി വെച്ചിരുന്നത് ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണെന്ന് വിചാരിച്ചപ്പോഴാണ് അമിത്ഷാ വന്ന് 70 ദിവസം കൊണ്ട്, 70 വർഷത്തിനിടെ നടക്കാത്തത് 70 ദിവസം കൊണ്ട് എടുത്ത് ദൂരെ കളഞ്ഞു അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിന്നെ ഇപ്പം പിന്നെ നമ്മുടെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത്. ഏകീകൃത സിവിൽ കോഡ് എത്രയോ നാളുകൊണ്ട് കോൺഗ്രസിൻ്റെ അജണ്ടയിലുള്ളതാണ്. നമ്മൾ പിന്നെ പാർലമെൻറ്റ് വന്ന കാലം മുതൽ ആദ്യത്തെ ഭരണഘടനയുടെ ശില്പികൾ തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാന ഭാഗമാണ് ഏകീകൃത സിവിൽ കോഡ്. അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് പലപ്പോഴും ഇത് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതും ഇനി വരുന്ന കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ എതിർപ്പോടുകൂടി, അവർ തന്നെ മനസ്സിൽ കൊണ്ട് നടന്ന ആശയം കോൺഗ്രസിൻ്റെ തന്നെ എതിർപ്പോടുകൂടി BJP നടപ്പിലാക്കും. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ജനങ്ങളുടെ പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ പിന്തുണ കിട്ടുന്ന പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ, ബില്ലുകൾ കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ ബഹളം വെച്ച് പിന്മാറേണ്ടി വരുന്നത്. അതിനി പറ്റില്ല. അങ്ങനെ വന്നാൽ തടയിടുമെന്നാണ് കോൺഗ്രസിനോട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം അത് പറയാൻ. ഞങ്ങൾ പ്രവൃത്തിയിലൂടെ അത് നാളെ വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം പാർലമെൻറ്റ് എന്തായാലും ഇനിയും പ്രക്ഷുബ്ധമാവും. പ്രക്ഷുബ്ധമായാൽ ഭരണപക്ഷം എന്ത് നടപടിയായിരിക്കും സ്ട്രോങ് ആയിട്ട് എടുക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഇന്ത്യൻ ജനത നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.